പുലിയെ മടയിൽ കയറി തല്ലുന്നു എന്ന് കേട്ടിട്ടില്ലേ? അത് ഒരു ഹീറോയിസ്റ്റിക് വാചകമാണ്. എന്നാൽ പുലി മാറ്റിയിട്ട് അടിമയെ മടയിൽ കയറി തല്ലുന്നത് കണ്ടിട്ടുണ്ടോ? അതാണ് ഇന്നലെ മനോരമ ചാനൽ ചർച്ചയിൽ കണ്ടത്. മനോരമ തീറ്റിപ്പോറ്റുന്ന അവതാരക അടിമ KSUവിനെ വെള്ളപൂശാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ കയറിയിരുന്ന് SFI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PS സഞ്ജീവിനെ വിളിച്ച് വല്ലാത്ത രീതിയിലുള്ള ഒരു വളച്ചൊടിക്കൽ ഇറക്കി. സ്വാഭാവികമായിട്ടും മടയിലാണല്ലോ, നേരെ അകത്തേക്ക് കയറി. എന്നിട്ട് അടിമ ആധികാരികമായി തള്ളിക്കൊണ്ടിരുന്ന പ്രവർത്തനം, ആ പ്രവർത്തനത്തെ അടിവേരോടുകൂടി പിഴുതെടുക്കുന്ന കാഴ്ച, അതിൻ്റെ സാമ്പിൾ. ഇതുമായി ബന്ധപ്പെട്ട് എത്ര തവണ ഇടപെട്ടു? ഇതാ മനോരമയുടെ കഴിഞ്ഞ 2 ദിവസത്തെ പേപ്പറാണിത്. ഈ 2 ദിവസത്തെ പേപ്പറിലെയും ടാഗ് ലൈൻ ഞാൻ വായിക്കാം. പിടിച്ചത് 2 കിലോ, പ്രതികളിൽ SFI നേതാവും. ആണോ? ഇതാണോ സത്യം? ഇതാണോ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനം? ഇതാ ഇന്നത്തെ പേപ്പറിൽ പോളി കഞ്ചാവ്, 2 പൂർവ്വ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. മനോരമയുടെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനം. 2 പൂർവ്വ വിദ്യാർത്ഥികളാണോ അറസ്റ്റിലായത്? അതിനെക്കുറിച്ച് KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു എന്ന് ഒരക്ഷരം മിണ്ടുന്നില്ല. KSU ആണ്, ഇയാൾ KSUവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ടോ എന്ന് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കാലം മാറി, കഥ മാറി, പുതുരക്തങ്ങൾ വേറെ ലെവലാണ്. അവതാര അടിമകളെ നിർത്തി മുള്ളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് പലപ്പോഴും CPMന്റെ നേതാക്കന്മാർ അവർ ഒരു പരിധിക്കപ്പുറം ഇവരോട് കൊമ്പ് കോർക്കാറില്ല. കൊമ്പ് കോർക്കാറുണ്ടെങ്കിലും അതിനൊക്കെ ഒരു നയവും മയവും ഉണ്ട്. പുതിയ പിള്ളേർ വേറെ ലെവലാണ്. അവർക്ക് ഇമാതിരി ചൊറിച്ചിലും അല്ലെങ്കിൽ നുണകളൊക്കെ അതങ്ങ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കാലഘട്ടം ഒന്ന് മാറിയില്ലേ? അവർ ടോപ്പ് ഗിയറിലാണ്. എന്താണോ ഇങ്ങോട്ട് വരുന്നത് അതേ ഗ്രാവിറ്റിയിൽ തിരിച്ചിറക്കി അങ്ങ് ഇട്ട് കൊടുക്കും. അതാണ് മനോരമ ഫ്ലോർ ഇന്നലെ പ്രകമ്പനം കൊണ്ടത്. അവതാര അടിമയെ നിശബ്ദനാക്കി കളഞ്ഞു. വെള്ളപൂശാനും ബാലൻസ് ചെയ്യാനും ഇറങ്ങിയ അവതാര അടിമ പെട്ട് പണ്ടാരം അടങ്ങിയെന്ന് പറഞ്ഞാൽ ചെറുതായി പോകും. അമ്മാതിരി കാഴ്ചയായിരുന്നു. അതായത് പുതിയ കാലഘട്ടത്തിലെ പിള്ളേരെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്താൻ അറയ്ക്കും. കാര്യം ഇവർ പല കാര്യങ്ങളിലും നിങ്ങൾ തുടക്കക്കാരല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. തുടക്കം ഒടുക്കമൊന്നുമില്ല ഈ കാര്യത്തിൽ. വരുന്ന സന്ദർഭത്തിൽ എന്ത് വിഷയത്തെക്കുറിച്ചാണോ അഭിപ്രായം പറയുന്നത് അതിനെ സംബന്ധിച്ച് രേഖകൾ വച്ചിട്ടും വസ്തുതകൾ വച്ചിട്ട് സംസാരിക്കുമ്പോൾ ഇവരുടെ കയ്യിൽ പതിവ് ചില നുണുക്ക് തന്ത്രങ്ങളുണ്ട്. എടുത്ത് പയറ്റും. വിലപ്പോയില്ല. ഊപ്പാട് വന്നുപോയി അവതാര അടിമയ്ക്ക്. ആദ്യം SFIക്ക് നേരെ ആരോപണമായി കളമശ്ശേരി കേസ് വന്ന ഘട്ടത്തിൽ SFIക്കാരല്ല KSU ആണ് അങ്ങോട്ടേക്ക് കഞ്ചാവ് എത്തിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. തൊട്ടു പിന്നാലെ KSUവുമായി ബന്ധമുള്ള ആളുകൾ അതിലെ പ്രധാന പ്രതികളായി വരുന്നു. ഇപ്പോ സമാസമം എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് കാണുന്നത്. എന്നാലും ഞങ്ങളല്ല അവരെ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് മാത്രമല്ല, ഇന്ന് കേരളത്തിലുടനീളം കഴിഞ്ഞ ദിവസം SFI നേരിട്ട് ആരോപണം പോലെ തിരിച്ചുവെക്കുന്നു. ഇന്ന് KSUവിന് മേൽ SFI. കേരളത്തിലുടനീളം KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെയാണ് കഞ്ചാവും രാസലഹരിയും ക്യാമ്പസുകളിൽ വളർത്തുന്നത് എന്ന്. എന്ത് ഡാറ്റ, എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾ? സമാസമമായി എന്നുള്ള നിങ്ങളുടെ പരാമർശത്തിന്റെ ഡാറ്റ എന്താണ്? ഇന്നിപ്പോൾ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? ആ എണ്ണത്തിൽ എത്ര പേർ KSU, എത്ര പേർ SFI അറിയുമോ? നിങ്ങൾ ഭയങ്കര വെള്ളപൂശലാണല്ലോ. ഇങ്ങനെയൊന്നും പൂശിയാൽ, ഇങ്ങനെ വെള്ളപൂശിയത് കൊണ്ട് അവർ രക്ഷപ്പെടുമോ? ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ, നിങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഷാലിക്ക്, ആഷിഖ്, ആകാശ്, അനുരാജ്, ഇത്രയും പേർ ജയിലിലുണ്ട്. ഇതെങ്ങനെയാണ് സമാസമമാവുക? എന്താണ് ഈ സമാസമത്തിനെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ വാർത്താവിന്യാസത്തിന്റെ ഒരു മൂട് പടം കൊണ്ട് നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? എന്ത് ഡാറ്റ, എന്ത് വിവരങ്ങൾ, എന്ത് എന്നൊക്കെ വലിയ വായിൽ ചോദിക്കുന്നു കേട്ടല്ലോ. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡേറ്റ് അടക്കം ഓരോ വിഷയങ്ങളും പറഞ്ഞല്ലോ. ഒരു ഡാറ്റ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ അയച്ചിരട്ടെ, നിങ്ങൾ ഈ ചാനലിൽ കാണിക്കുമോ? KSUവിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് മരട് അനീഷുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എന്താ ചോദിക്കാഞ്ഞത്? എന്താ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? കേൾക്കാൻ സാംസ്കാരിക കേരളം കാത്തു നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ മഹാരാജാസ് കോളേജിനെയും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി കോളേജിനെയും പരിശോധിക്കണം. മഹാരാജാസ് കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിൽ തമ്മിലടിയുണ്ടായി. മദ്യപിച്ച് മതോന്മതനായി താൻ ഇതിനേക്കാൾ രൂക്ഷമായി അവനെ കണ്ടു എന്ന രൂപത്തിൽ അലോഷ്യസ് സേവറിന് ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്കും മുഹമ്മദ് നിയാസ് എന്ന മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൊടുത്ത കത്തിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. അതുകൂടി നിങ്ങൾ കേൾക്കണം. ഇതിനൊക്കെ ഉത്തരം നിങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ ഭയങ്കര ന്യായീകരണമാണല്ലോ. I could clearly smell the odor of alcohol in their breath and being in fast I was very disturbed. Yet I was not surprised of this as we have found the president and his companions in worse situation. ആരെ കൊണ്ടാ പ്രസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? എറണാകുളം ജില്ലാ പ്രസിഡന്റ് KSU, കേരള സ്റ്റുഡൻസ് യൂണിയൻ. അടിവരയിട്ട് കേട്ടോ.
We got off the car and the district president started talking to me. Then suddenly Kevin, Safwan and Amar Mishal, KSU നേതാക്കന്മാർ, attacked me from behind. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, then the district president spat on my face. എന്താണ് spat on my face? അങ്ങനെ അറിയാമെങ്കിൽ അങ്ങൊന്ന് വിമർശനം ചെയ്യണം. മുഖത്ത് തുപ്പി. And never told me to never to interfere in Ernakulam and I will, if I do, he will kill me എന്നാണ് അദ്ദേഹത്തിന്റെ ഭീഷണി. മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് നേരിട്ട വിധമാണ്. ഇതിന് ഇനി എന്താ നിങ്ങൾക്ക് തെളിവ് വേണ്ടത്? നിങ്ങളുടെ കത്തില്ലേ? നിങ്ങൾ ആരെയാണ് ഈ സംരക്ഷിക്കാൻ നോക്കുന്നത്? മരടനീഷിനെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ? ഗോകുൽ ഗുരുവായൂരിനെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ? പറഞ്ഞോ, കേൾക്കട്ടെ. ഇവിടെ ആരും ആർക്കും സംരക്ഷണം ലഹരിയുടെ കാര്യത്തിൽ കൊടുക്കുന്നില്ല. അത് സജീവിന്റെ സംഘടനയായാലും മാധ്യമപ്രവർത്തകരായാലും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരായാലും എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. സജീവ് തുടങ്ങിയല്ലേ ഉള്ളൂ. സജീവ് തുടങ്ങിയ ഘട്ടത്തിൽ നമ്മൾ ചർച്ച തുടങ്ങിയല്ലേ ഉള്ളൂ. ഒന്ന് കേൾക്കുന്നേ. സംരക്ഷണം എന്ത് എങ്ങനെ എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയുണ്ടല്ലോ 10-15 മിനിറ്റ് നമുക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ താങ്കളോട് ചോദ്യം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ശ്രീ സഞ്ജീവ് ഒരൊറ്റ നിമിഷം കള്ളം പറഞ്ഞു മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ കള്ളമല്ലേ താങ്കൾ പറഞ്ഞത്? എന്ത് വിവരം, എന്ത് ഡാറ്റ താങ്കൾക്ക് തീർച്ചയായും എന്നെ ഉൾപ്പെടെ അതിൽ ഖണ്ഡിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് മിണ്ടാതിരുന്ന് കേട്ടത്. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഈ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന് കേട്ടത്. ഒരൊറ്റ നിമിഷം, ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കൾ പറഞ്ഞല്ലോ എന്ത് ക്ഷീണമെന്നേ. നിങ്ങൾ മറുവശത്തേക്ക് ഉന്നയിക്കുന്നത് എന്ത് ഡാറ്റയുടെ ആധാരത്തിൽ? അപ്പോ തെളിവുണ്ടോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് ഈ കേസിൽ 2 FIR ആണ്. ഒരു FIR-മായി ബന്ധപ്പെട്ട് അയാളെ പൂർണ്ണമായും ജാമ്യത്തിലിട്ട് അതുമായി ബന്ധപ്പെട്ട് വിട്ടു. മറ്റൊന്ന് KSU നേതാക്കന്മാരായിട്ടുള്ള ആകാശ്, ഷാലിക്ക്, ആഷിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉള്ളതും ഇപ്പോൾ ഏറ്റവും അവസാനം അനുരാജിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട്. ഇതിൽ ഷാനിക്ക് KSUവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറി ആണെന്നുള്ള വിവരം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ പ്രസ് മീറ്റ് നടത്തി അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ വിട്ടു. മനോരമയ്ക്ക് ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടതെന്ന് അറിയില്ല. അയാൾ യൂണിറ്റ് സമ്മേളനത്തിലും യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാഗമായി അയാൾ മെമ്പർഷിപ്പ് വിതരണത്തിൽ പങ്കെടുക്കുന്നതും അതോടൊപ്പം നേതാക്കന്മാരായിട്ടുള്ള KSUവിന്റെ സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ മിണ്ടുന്നില്ല, നിങ്ങൾക്ക് അത് തെളിവല്ല. പിന്നെ രണ്ടാമത് ആഷിഖ് പ്രവർത്തകനാണ്. 2025 ബാച്ചിൽ ഇന്നലത്തെ PM ആർഷോ പങ്കെടുത്ത ചർച്ചയിൽ താങ്കൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ താങ്കൾ പറയില്ല. ഇന്നലെ താങ്കളുടെ തന്നെ സഹപ്രവർത്തകനായ PM ആർഷോ പങ്കെടുത്ത ചർച്ചയിൽ അല്ലല്ല, ഞാൻ മാധ്യമപ്രവർത്തകനായിട്ട് താങ്കളുടെ മാധ്യമവത്സരത്തിനാണ് മറുപടി പറയുന്നത്. താങ്കളിങ്ങനെ മാധ്യമവത്സരത്തിന് മറുപടി പറയുമ്പോൾ അസഹിഷ്ണുതനാവേണ്ട കാര്യമില്ല. ശരീരഭാഷ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ശരീരഭാഷയൊക്കെ സഞ്ജീവ് ദയവായി ഇത്തരത്തിൽ താഴാതെ സഞ്ജീവ്, ഇതൊരു ചർച്ചയാണ്. ഇത്തരത്തിൽ താഴാതെ സഞ്ജീവ്, ദയവായി ഇത്തരത്തിൽ താഴാതെ സഞ്ജീവ്. മാധ്യമ വിമർശനത്തെ അർഹിക്കുന്ന വിധത്തിൽ താങ്കൾ ഉന്നയിക്കുമ്പോൾ ചർച്ച മാന്യമായ ഒരു ചർച്ചയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നെ പറയാൻ വിടണം. എത്ര തവണ നിങ്ങൾ എന്റെ ചർച്ചയിൽ ഇടപെട്ടു? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത്? എന്നെ പറഞ്ഞു പൂർത്തീകരിക്കാൻ അനുവദിക്കണ്ടേ? ഇത് KSU ആണോ എന്ന് ചോദിച്ചു, അതിന്റെ തെളിവ് തരൂന്ന് ചോദിച്ചപ്പോൾ തെളിവ് പറയുമ്പോൾ അതിൽ കയറി ഇടപെടുക. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഞാൻ മിണ്ടാതിരിക്കണോ? അതിനാണോ ഞാൻ ഇടപെട്ടത്? നിങ്ങൾ എന്നോട് ചോദിച്ചത്, നിങ്ങൾ എന്നോട് തെളിവാണോ ചോദിച്ചത്? ആ തെളിവ് തരുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? സഞ്ജീവ്, ഞാൻ താങ്കളോട് ചോദിച്ചത് കേരളത്തിൽ ഉടനീളം ക്യാമ്പസുകളിൽ ഒരു രാഷ്ട്രീയ സഞ്ജീവ്, ഇവിടെ നിലവാര തകർച്ചയെക്കുറിച്ചും വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്കൊന്നും താങ്കൾ ഇതിനെ വലിച്ചഴക്കേണ്ട കാര്യമില്ല. അങ്ങനെ വലിച്ചഴക്കുമ്പോൾ ആരാണ് നിലവാരം തകരുന്നത് എന്ന് ബോധ്യപ്പെടുന്നില്ല. സഞ്ജീവ്, അങ്ങനെ ഇതിനെ കൊണ്ടുപോകേണ്ടതില്ല. തീർപ്പ് പറയുന്നു, അങ്ങനെ കൊണ്ടുപോകേണ്ടതില്ല ഈ ചർച്ച. പ്രതികരിച്ചുവരുന്നവരായാലും ആര് പ്രതികരിച്ചുവരുന്നവരായാലും ഒരു ഡിബേറ്റിനകത്ത് വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. ഇവിടെ നമ്മൾ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അത് ഈ സംസാരിക്കുന്ന എനിക്കായാലും താങ്കൾക്കായാലും സഞ്ജീവിനായാലും ഉത്തരം പറഞ്ഞു പോകാനേ ഉള്ളൂ. മറുപടിയും ചോദ്യവുമായി തരാൻ തയ്യാറെടുക്കുമ്പോ ഈ പാനലിൽ സഞ്ജീവ് മറുപടി പറയാൻ വിടുന്നേ. മറുപടി പറയാൻ വിടുക തന്നെയാണ്. അതിനിടയ്ക്ക് അപ്രസക്തമായ വാദങ്ങൾ ചൂണ്ടിക്കാട്ടും. അത് തന്നെയാണ് ഉണ്ടാവുക. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുള്ള എല്ലാ നിലവാരവും തകർത്തിരിക്കുന്നു. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലുള്ള അക്ഷരം പോലും ഉപയോഗിക്കാൻ നിങ്ങൾ യോഗ്യനല്ല. നിങ്ങൾ എന്ത് ഡോക്യുമെന്റ് എന്തൊക്കെയാണ് ആ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ നിരത്തുമ്പോൾ നിങ്ങൾ പറയുന്നു, ആ ഡോക്യുമെന്റ്സിനെ നിങ്ങളുടെ മുന്നിലേക്ക് നിരത്തുമ്പോൾ നിങ്ങൾ പറയുന്നു. അതെങ്ങനെയാ പറയാ? അങ്ങനെ പറയാൻ പാടുണ്ടോ?
ആ ഡോക്യുമെന്റ്സ് നിരത്തുമ്പോൾ കൂടെ ചേർക്കുന്ന അവാസ്തവമായ മാധ്യമ വിമർശനത്തിനാണ് മറുപടി പറയുന്നത്. അല്ലാതെ ഡോക്യുമെന്റ്സിനല്ല. സഞ്ജീവ്, നയിക്കാനാണ് നിങ്ങൾ നിരന്തരമായി ഇടപെട്ട് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. 2 മിനിറ്റ് സമയം സഞ്ജീവ്. അങ്ങനെ നിങ്ങൾ പക്ഷപാതപരമായി നിങ്ങൾ ഒരു രാഷ്ട്രീയ ടേക്ക് എടുത്തു. നിങ്ങൾ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും സംരക്ഷിച്ചുകൊണ്ട് ഇത്ര നേരം സംസാരിക്കുന്നത്. സഞ്ജീവിന് ചോദ്യം കേട്ടുള്ള ബുദ്ധിമുട്ടോട് തോന്നുന്നതാ. സഞ്ജീവ് 2 മിനിറ്റ് സമയം തരാം. പുറത്ത് വരട്ടെ, ചിക്കഞ്ച് പൊള്ളട്ടെ. എസ്എഫ്ഐയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ മാധ്യമങ്ങളുടെ മുന്നിലായി അതിന്റെ കണക്ക് പൂർണ്ണമായി പറഞ്ഞു. അപ്പൊ ഈ കാര്യം പറയുമ്പോൾ ഈ തെളിവുകളെല്ലാം പൊതുജന മധ്യത്തിൽ കൃത്യമായി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബേജാറ്? ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എത്ര തവണ ഇടപെട്ടു? ഇതാ മനോരമയുടെ കഴിഞ്ഞ 2 ദിവസത്തെ പേപ്പറാണിത്. ഈ 2 ദിവസത്തെ പേപ്പറിലെയും ടാഗ് ലൈൻ ഞാൻ വായിക്കാം. പിടിച്ചത് 2 കിലോ, പ്രതികളിൽ എസ്എഫ്ഐ നേതാവ്. ആണോ? ഇതാണോ സത്യം? ഇതാണോ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനം? ഇതാ ഇന്നത്തെ പേപ്പറിൽ പോളി കഞ്ചാവ്, 2 പൂർവ്വ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. മനോരമയുടെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനം. 2 പൂർവ്വ വിദ്യാർത്ഥികളാണോ അറസ്റ്റിലായത്? അതിനെക്കുറിച്ച് KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു എന്ന് ഒരക്ഷരം മിണ്ടുന്നില്ല. KSU ആണ്, ഇയാൾ KSUവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ടോ എന്ന് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇപ്പോ ഇങ്ങനെയൊക്കെയാണ് സാർ കാര്യങ്ങൾ. നേരത്തെ ചെറിയ വിട്ടുവീഴ്ചകളുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല. അവതാരത്തിനെ തന്നെ കാര്യമായിട്ട് നാട്ടുകാരുടെ മുന്നിൽ തുറന്നു കാട്ടും. വല്ലാത്ത വെള്ളപൂശൽ സമാസമമാണത്രേ. 3 KSUക്കാർ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നു. ഒരു SFIക്കാരനും ഇതുവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലായിട്ടില്ല. അവിടെയാണ് നിങ്ങൾ സമാസമം, നിങ്ങൾ KSUവിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിമർശിക്കുന്നു എന്നൊക്കെ ഒരു ഉളുപ്പും ഇല്ലാതിരുന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ മാസാമാസം ശമ്പളം പറ്റുന്നത് അടിമ ജോലി ചെയ്തിട്ടാണോ അല്ലയോ? മാനേജ്മെൻറ്റ് പറയുന്ന അടിമപ്പണി ചെയ്തതിന് ശേഷം ഇമ്മാതിരി കുനിഞ്ഞു നിന്ന് ശമ്പളം മേടിച്ചിട്ട് അത് ആരെങ്കിലും തോളിക്കേറി കള്ളങ്ങളെ വളച്ചൊടിച്ചെടുക്കാമെന്ന് ചിന്തിക്കുന്നിടത്താണ് മനോരമ പത്രം പോലും ഉയർത്തിക്കാട്ടി അതിനകത്തെ ഒളിച്ചു കടത്തൽ പോലും തുറന്നു കാട്ടിക്കൊണ്ട് അവതാരത്തെ എടുത്ത് ചെവരിൽ പതിപ്പിക്കുന്ന അവസ്ഥയുണ്ടായത്. അത് കൊടുക്കുന്നൊരു വലിയ സന്ദേശമുണ്ട്. അവതാരങ്ങൾ പുതിയ കാലത്തെ പിള്ളേരെ ഹാൻഡിൽ വിത്ത് കെയർ, ഇല്ലെങ്കിൽ നീറും, അല്ലെങ്കിൽ മുറിയും, വല്ലാതെ ചോര പൊടിയും, നാണം കെടും. അതാണ് ഇന്നലെ മനോരമ ചർച്ചയുടെ ആകെത്തുകയെന്ന് പറയേണ്ടി വരികയാണ്.